നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് വാർത്തയൊന്നും കാണുന്നില്ലല്ലോ, എന്താ നിങ്ങൾ സെറ്റിലായോ എന്ന്. സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ആരോടെങ്കിലും സെറ്റിലായോ എന്നത്. ഒരാളോടും സെറ്റിലാകുന്ന രീതി മറുനാടനില്ല. വാർത്തയാണ്, അത് പറയേണ്ട സമയത്ത് പറയും. എന്നാൽ ഒരാളുടെ മാത്രം പിന്നാലെ തുടർച്ചയായി നടക്കുമ്പോൾ മറുനാടിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് പോലും മടുപ്പ് തോന്നുകയും എന്തോ വ്യക്തിവിരോധം തീർക്കുകയാണെന്നുള്ള സംശയം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ചിലരെ നമുക്ക് ചിലപ്പോഴെങ്കിലും മാറ്റി നിർത്തേണ്ടി വരും. ഒരിക്കൽ അയാൾ മറുനാടൻ്റെ ഓഫീസിലേക്ക് വരും, എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾ വന്നില്ല. മറുനാടൻ ലൈവുമായി കാത്തിരുന്നത് പ്രേക്ഷകർക്കറിയാം. മാത്രമല്ല, ഒരു വാർത്ത സൃഷ്ടിക്കപ്പെടുന്നത് പുതിയ സംഭവം ഉണ്ടാകുമ്പോൾ. ഒരാൾ നിരന്തരം ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത് അത് വാർത്തയല്ല. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ കുറ്റം ആരും ഗൗനിക്കുന്നില്ലെങ്കിൽ അതൊട്ടും വാർത്തയല്ല. ബോബി ചെമ്മണ്ണൂർ അങ്ങനെയാണ്. സ്ത്രീകളെ കണ്ടാൽ അദ്ദേഹത്തിന് പെരുപ്പ് കയറും. സ്ത്രീകൾ എന്ന് പറയുന്നത് തൻ്റെ ലൈംഗിക ത്വരയും അത് വാക്കുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ തീർക്കാനുള്ള വെറും ഒരു ചരക്കാണ്, ഉപകരണമാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നു. ഏത് സ്ത്രീകളോടും അയാൾ അശ്ലീലം പറയും. ദ്വയാർത്ഥ പ്രയോഗമാണ് അയാളുടെ ഏറ്റവും വലിയ ആനന്ദം. അയാളുടെ ലൈംഗികാവയവത്തെക്കുറിച്ച് പോലും വർണ്ണിക്കാൻ അയാൾ സമയം കണ്ടെത്തും. അയാൾ ഏത് സ്ത്രീയെയും കാണുന്നത് അയാളുടെ ലൈംഗിക ത്വര ഇല്ലാതാക്കാനുള്ള വെറും നാലാം കിട വേശ്യകളായാണ്. ഇത് അയാളുടെ പ്രത്യേകതയാണ്. കഴിഞ്ഞ ദിവസം അയാൾ വീണ മുകുന്ദനോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നത് കൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇവരാരും പ്രതികരിക്കുന്നില്ല എന്നതാണ്. വാസ്തവത്തിൽ ഇത്തരം വൃത്തികേട് അവസാനിപ്പിക്കാനുള്ള ഏക വഴി കൃത്യമായ പ്രതികരണമാണ്. ഒരു സ്ത്രീ തൻ്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തൻ്റെ അഭിമാനത്തിന് നേരെ ഒരുത്തൻ നാവ് ഉയർത്തിയാൽ അപ്പോൾ തന്നെ ആ നാവരിയാൻ രംഗത്തിറങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ആരും ചെയ്യില്ല. കാരണം ഇയാളുടെ പച്ചപ്പണം കണ്ട് എല്ലാവരും അന്താളിച്ചു പോകുന്നു. പ്രത്യേകിച്ച് ഈ ഗതികേടിൽ വരുന്നത് സിനിമാ താരങ്ങളാണ്. ഇയാൾ സെലിബ്രിറ്റി എന്ന നിലയിൽ നടികളെ വിളിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് വൃത്തികേട് പറയുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നു. നമ്മൾ കണ്ടതാണ് ഹണി റോസിനെ അപമാനിക്കുന്നത്. ഹണി റോസ് മോഡൽ എന്ന നിലയിൽ അവരുടെ ശരീരഭംഗി കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്. അതവരുടെ തൊഴിലാണ്. അതിനർത്ഥം ഹണി റോസ് ഒരു മോശം സ്ത്രീയാണെന്നല്ല. എന്നാൽ ഹണി റോസ് ഒരു മോശം സ്ത്രീയാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യാൻ കാരണം ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളവരുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും വൃത്തികെട്ട സമീപനവുമാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഹണി റോസിനെ തിരിച്ചു നിർത്തിയിട്ട് കുന്തി ദേവി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് ഹിന്ദു വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു. ഒപ്പം സ്ത്രീ എന്ന നിലയിൽ ഹണിക്കെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു. ഇതാ ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയാതെ തൻ്റെ മാനസികമായ അസ്വാസ്ഥ്യം, തൻ്റെ ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം ബോബി ചെമ്മണ്ണൂരിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ബോബി അത് ഏറ്റെടുത്തിട്ടുമുണ്ട്. ബോബി ചെമ്മണ്ണൂർ തൻ്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു. താൻ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കാതായിരുന്നപ്പോൾ പക വീട്ടുന്നതിന് വേണ്ടി തന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് ഹണി രംഗത്ത് വന്നിരിക്കുന്നു. ഹണിയുടെ പോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടി വായിച്ച് കേൾപ്പിക്കാം. നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികദ്യോതകമായി സെക്ഷലി കളേഡ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷിയില്ല എന്ന അർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അപമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമല്ല. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോയപ്പോൾ എന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചു. പിന്നീട് ഞാൻ അയാളുടെ ചടങ്ങുകൾ ബഹിഷ്കരിച്ചു. എന്നാൽ ഞാൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം അയാൾ പിന്നാലെ എത്തി എന്നെ വേട്ടയാടുന്നു. അത് നിയമവിരുദ്ധമാണ്, സെക്ഷൽ ഹരാസ്മെന്റ് ആണ്, സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്
എന്ന് വ്യക്തമായി ഹണി റോസ് പറയുന്നു. ആദ്യം ഞാൻ ഹണി റോസിനെ അഭിനന്ദിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാൻ ഇപ്പോഴും മടിയാണെങ്കിലും തുറന്നു പറയാൻ ധൈര്യം കാണിച്ചല്ലോ. ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതിരുന്നതിനെ പൂർണ്ണമായും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരുപക്ഷെ ബോബിയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുമായിരുന്നില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ ബോബി ചെമ്മണ്ണൂർ വലിയ നന്മമരമാണ്, ഇഷ്ടനായകനാണ്. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ കാട്ടുന്ന വൃത്തികേടുകൾ അവർ വാർത്തയാക്കുകയോ വിവാദമാക്കുകയോ ചെയ്യില്ല. അയാൾ കാട്ടുന്ന ക്രിമിനൽ പ്രവർത്തികൾ അവർ സഹിക്കും. ഒരുപക്ഷെ ബോബിയുടെ പേരില്ലാത്തത് കൊണ്ടായിരിക്കും ഇന്ന് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിരിക്കുന്നത്. അത് കൃത്യമായി ഹണി റോസിന് അറിയാം എന്നതുകൊണ്ടാവാം. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഹണി റോസിനോട് പരാതിയുണ്ട്. ഇത്രയും ഗൗരവമായ കുറ്റകൃത്യം അയാൾ ചെയ്തിട്ടും, അതായത് പരസ്യമായി അപമാനിച്ചു, പലപ്പോഴും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അകാരണമായി പേരുപയോഗിച്ചുകൊണ്ട് അപമാനിച്ചു. ഏറ്റവും ഒടുവിൽ ഹണി റോസിനെ കുറിച്ച് അയാളുടെ ഒരു പ്രസ്താവന കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നടിയെന്നല്ലേ പറഞ്ഞത്, വെടിയെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. ഇത്തരത്തിൽ സ്ത്രീകളെ ഏതെല്ലാം തരത്തിൽ മോശമാക്കാമോ അത്തരത്തിലൊക്കെയാണ് ഇയാൾ മോശമാക്കുന്നത്. പക്ഷേ ഈ ഹണി റോസ് എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നത് നിർണായകമായ ചോദ്യമാണ്. പരാതിപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഹണി റോസ് ഇയാൾക്കെതിരെ പരാതിപ്പെട്ടാൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരാകും. അയാൾ അറസ്റ്റ് ചെയ്യുമോ, ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കുമെന്ന് രണ്ടാമത്തെ കാര്യം. അങ്ങനെയുള്ള സാധ്യത കുറവാണ്. കാരണം സമാന്തരമായ ഒരു ലോട്ടറി കച്ചവടം അയാൾ ഇവിടെ നടത്തുകയാണ്. നിയമവിരുദ്ധമായ ലോട്ടറി കച്ചവടം. ആ ലോട്ടറി കച്ചവടം വഴി ഇയാൾ കോടികൾ സമ്പാദിക്കുന്നുണ്ട് എന്ന ആരോപണമുണ്ട്. ഈ ലോട്ടറി കച്ചവടത്തിനെതിരെ ലോട്ടറി വകുപ്പ് പരാതിപ്പെട്ടു. ഞാൻ ആ പരാതിയുടെ കോപ്പി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. വയനാട് ലോട്ടറി അഡീഷണൽ ഡയറക്ടർ കൃത്യമായി പരാതിപ്പെട്ടതാണ്. പത്തനംതിട്ടയിൽ ഒരു കേസുണ്ടായി. ഈ പരാതിയുടെയൊക്കെ പേരിൽ FIR ഇട്ട് കേസെടുത്തെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ ഒരിക്കലെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്തതായി നമ്മളാരും കേട്ടിട്ടില്ല. അതിനുള്ള ധൈര്യമില്ല. പണമുള്ളവൻ സുരക്ഷിതനാണ്. അവൻ എന്തു നിയമവിരുദ്ധ പ്രവർത്തിയും ചെയ്യാം, എന്ത് തോന്നിയാസവും കാട്ടാം, അവനെ ഊരിയെടുക്കും. അതാണ് സംവിധാനം. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ സമാന്തര ലോട്ടറി ചെയ്തു. ഞാൻ അതേക്കുറിച്ച് ഒരുപാട് പറഞ്ഞതുകൊണ്ട് ഇനിയും ആവർത്തിക്കുന്നില്ല. അത് വലിയ തട്ടിപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അയാൾ 25 കോടി രൂപ സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞാണ് ലോട്ടറി വിൽപ്പിക്കുന്നത്. ഈ 25 കോടി രൂപ നറുക്കെടുപ്പ് എന്തെങ്കിലും നടത്തി ആർക്കെങ്കിലും കൊടുത്തോ? ദിവസവും നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാണ് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പം ദിവസവും നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. ഇയാൾ ചെയ്യുന്നത് എല്ലാം തട്ടിപ്പുകളാണ്. തട്ടിപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഞാൻ പല പ്രമുഖർക്കെതിരെയും പല വാർത്തകളും കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ബിസിനസ് സംരംഭമുണ്ട്. ആ സംരംഭത്തിൽ അവർ കുറച്ച് നിയമവിരുദ്ധ പ്രവർത്തി കൂടി കൂട്ടി ലാഭം കൂട്ടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇയാൾ തട്ടിപ്പിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇയാൾക്ക് സ്വന്തമായി ഉള്ള ബിസിനസ് എന്ന് പറയുന്നത് തട്ടിപ്പാണ്. എല്ലാ ഇടപാടുകളും തട്ടിപ്പാണ്. ഇയാൾ സത്യസന്ധമായി ഒന്നും ചെയ്യുന്നില്ല. ഫിജി കാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിക്കൂട്ട് പ്രസ്ഥാനം നടത്തുന്നുണ്ട്. നിരവധി ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു പത്രത്തിലും വാർത്ത വരില്ല. ഈ പത്രത്തിൽ വാർത്ത വരാത്തിടത്തോളം കാലം, ഇയാൾ നന്മപരമായി പ്രഘോഷിക്കപ്പെടുന്നിടത്തോളം കാലം ഇയാൾക്ക് നല്ല സുഖമാണ് ജീവിക്കാൻ. നാട്ടുകാരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം അവർക്ക് കപട ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്ത് പിടിച്ചെടുക്കുക മാത്രമാണ് ഇയാളുടെ ബിസിനസ്. ഇയാൾ സ്വർണ്ണക്കട നടത്തുന്നത് ലാഭമുണ്ടാക്കാനല്ല. ഇയാൾ സ്വർണ്ണക്കട നടത്തുന്നത് നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം ഡിപ്പോസിറ്റായി മേടിക്കാൻ. ഡിപ്പോസിറ്റാണ് ഇയാളുടെ ലക്ഷ്യം. ഇയാൾ ഈ കോപ്രായം കാട്ടുന്നത് മുഴുവൻ ബുദ്ധിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഇയാൾ വേഷം കെട്ടുന്നത് മുഴുവൻ ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. ഇങ്ങനെ ശ്രദ്ധ നിറഞ്ഞ് മാധ്യമങ്ങളിൽ നിറഞ്ഞ് മഹാസംഭവമാണ്, നന്മമരമാണ്, വലിയ സമ്പന്നനാണ്, റോൾസ് റോയ്സിൽ നടക്കുന്ന ആളാണ്, കോടീശ്വരനാണ് എന്ന് തോന്നി ആത്മവിശ്വാസം ഉണ്ടാക്കി മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന പണം പിടിച്ചെടുക്കുക. സാധാരണ മനുഷ്യന് ജീവിക്കാൻ അധികം സ്വത്ത് വേണ്ട. അവൻ അധ്വാനിച്ച് പണം ഉണ്ടാക്കുക നമ്മുടെ നാട്ടിലെ പ്രത്യേകതയാണ്. ഈ ഉണ്ടാക്കുന്ന പണം അവൻ കൂട്ടി വയ്ക്കുക. മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി. ഇതൊന്നും ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ആരും തിരിച്ചറിഞ്ഞു. ജീവിതകാലത്ത് ഇവൻ ഈ പണം ഉപയോഗിക്കില്ല. ഒരു ജോലിക്കാരനാണെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പണം മുഴുവൻ കെട്ടിപ്പറക്കി വെച്ചുകൊണ്ടിരിക്കും. ഒരു ഹോളിഡേക്ക് പോലും പോവില്ല, കെട്ടിപ്പറക്കി വെച്ചുകൊണ്ടിരിക്കും. ഒരു പ്രയോജനമില്ലാതെ അവൻ മരിച്ചു പോകും. ഞാൻ ഈ പണമുള്ളവരുടെ കാര്യം, പാവപ്പെട്ടവരാണ് കൂടുതലും പണമുള്ളവരുടെ കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇവരെല്ലാം പണം സമ്പാദിച്ചു വെക്കും. എന്നിട്ട് ഇത് വർദ്ധിക്കാൻ വേണ്ടി ഇത്തരക്കാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. ഇവന്മാരത് അടിച്ചു മാറ്റും. പലരുടെയും പണത്തിന് കണക്ക് കാണില്ല. അത്തരക്കാരെയാണ് ഇവർ കൂടുതലും പിടിക്കുന്നത്. കണക്കില്ലാത്ത പണമാണ്. നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയ കൈക്കൂലി പണമോ അല്ലെങ്കിൽ സ്ഥലം വിറ്റപ്പോൾ കിട്ടിയ കണക്കിൽപ്പെടാത്ത പണമോ അങ്ങനെയൊക്കെ കിട്ടുന്ന പണമായിരിക്കും കയ്യിലിരിക്കുന്നത്. പോയത് തന്നെയാണ്. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യരുടെ പണം, ഇനി പണമില്ലാത്തവൻ്റെ വീട്ടിലിരിക്കുന്ന സ്വർണം പിടിച്ചു മേടിക്കുന്നു. ഈ 10 പവനെങ്കിൽ തന്നാൽ നിനക്ക് 11 പവൻ തരാമെന്ന് പറയുമ്പോൾ ആളുകൾ വീണുപോകും. ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് റോളിങ്ങിലൂടെയാണ്. ഒരാളിൽ നിന്ന് പണം വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു റോളിങ്ങിലൂടെ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ്. ആകപ്പാടെ ഇയാൾ വലിയ കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. പക്ഷെ ആ സ്ഥാപനത്തിന്റെ മറവിൽ പോലും പല ഉടായ്പകൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ ഒരു പരസ്യം വന്നിരുന്നു. അയാൾ NCD പ്രഖ്യാപിച്ചു, അതായത് കടപ്പത്രം പ്രഖ്യാപിച്ചു.
12.10% വരെ പലിശ കിട്ടും എന്നാണ് മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ പരസ്യം കൊടുത്തത്. ആ പരസ്യത്തിൽ വീണ ആളുകൾ ഈ പണം കണം കൊടുത്തുകൊണ്ടിരിക്കുക. നിയമപരമാണ്, നിയമവിരുദ്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു NCD പ്രഖ്യാപിക്കുമ്പോൾ ആ കമ്പനിയുടെ റേറ്റിംഗ് നിർണായകമാണ്. ഞാൻ ഈ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ റേറ്റിംഗ് നോക്കി, BBB നെഗറ്റീവാണ്. അതായത് ഒരു തരത്തിലും വിശ്വസിക്കരുത് എന്ന് കൃത്യമായ സാമ്പത്തിക ഉപദേശം നൽകേണ്ടത് BBB നെഗറ്റീവ്, AAയും പോസിറ്റീവ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ലത്. ബിയും BBB ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ BBB നെഗറ്റീവ് ആ റേറ്റിംഗ് എടുത്ത് നോക്കുക, ഏറ്റവും താഴത്തെ റേറ്റിംഗ് ആണ്. ഈ റേറ്റിംഗ് ഉള്ള ഒരു സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ റിസർവ് ബാങ്കിന്റെ 5 ലക്ഷം ഉറപ്പ് പോലും കിട്ടിയെന്ന് വരില്ല. ഇത് കൃത്യമായി പരസ്യത്തിൽ റേറ്റിംഗ് ഉൾപ്പെടുത്തേണ്ടതാണ്, ഇയാൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കൃത്യമായി അത് നിയമവിരുദ്ധമാണ് പരസ്യം. മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ വന്ന പരസ്യം നിയമവിരുദ്ധമാണ്. പണം പിരിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും അയാൾ. ഇത്തരത്തിലാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം തരത്തിൽ നാട്ടുകാരെ പിഴിയാമോ അതൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയാണ്, ആറളം ഫാമിലെ കള്ള് മുഴുവൻ ഇയാളുടെ കള്ള് ഷാപ്പിന് കൊടുക്കുന്നത്. ഇയാൾ നിയമവിരുദ്ധമായി കള്ള് ഷാപ്പ് നടത്തുന്നതിന്റെ പേരിൽ വാർത്തയും ബഹളമൊക്കെ ഉണ്ടായതാണ്. ഇത് കള്ളിന് പരസ്യം കൊടുത്തതിന്റെ പേരിൽ ഇയാൾക്ക് ഇത് കേസ് എടുത്തില്ല, കേസ് എടുക്കത്തുമില്ല, എടുത്താൽ മുമ്പോട്ട് കൊണ്ടുപോകത്തുമില്ല. ഇയാളുടെ ഇരകളേറെയാണ്. പക്ഷെ ബുദ്ധിമാനാണ്. ഇയാൾ എന്ത് നടത്തിയാലും ജനപിന്തുണ ഉറപ്പാക്കാൻ നന്മമരം. ഇപ്പോൾ ഇയാൾ ഒരു അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി യാചനയാത്ര നടത്തി. അത് കൃത്യമായിട്ട് അറിയാം ആരെ പിടിക്കണം, എങ്ങനെ ചെയ്യണമെന്ന്. നാട്ടുകാർ പണം കൊടുത്തതാണ്, അയാൾക്ക് റോളൊന്നുമില്ല. പക്ഷെ അയാൾ അതിന്റെ പേരിൽ മൈലേജ് എടുത്തു, നന്മമരം എന്ന് പോലെ ആഘോഷിച്ചു. ഈ കാട്ടുന്ന വൃത്തികേടുകൾ മുഴുവൻ റദ്ദാക്കപ്പെട്ടു. സ്ത്രീകളെ കണ്ട അപ്പായ കസ, എത്രമാത്രം സ്ത്രീകളെ അയാൾ അപമാനിച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കും പ്രശ്നമല്ല. ഇതാ ഇപ്പോൾ ഒരു നടിയെങ്കിലും രംഗത്ത് വന്നിരിക്കുന്നു. പക്ഷെ പോലീസ് തൊടില്ല. കാരണം ഏത് വിവാദങ്ങളിലൂടെയും പേരെടുക്കാനും മുതലെടുക്കാനും അയാൾ ശ്രമിക്കുന്നത്. ആകെയുള്ള വഴി ഹണി റോസിനെ പോലെയുള്ളവർ ഇയാളുടെ ചെകിട് നോക്കി പൊട്ടിക്കണം. ഇയാൾ പേടിച്ചു തൂറിയ, വാചകോടി മാത്രമല്ല പേടിച്ചു തൂറിയ അനേകം പേർ ഇയാളുടെ ഇരകളാണ്. അതിൽ ഒരാൾ ഇയാളുടെ പണം ചോദിക്കാൻ അവിടെ ചെന്നു, ഭയപ്പെടുത്തി, അയാൾ ഭീഷണിപ്പെടുത്തി. എടാ ബോബി, എനിക്ക് തരാനുള്ള കാശ് ഞാൻ നിന്നോട് മേടിക്കുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. വരൂ തരാമെന്ന് പറഞ്ഞ് ഇയാളെ വിളിച്ചു വരുത്തുകയാണ്. ഇയാളുടെ പ്രമുഖന്മാരായ ലീഗൽ അഡ്വൈസർമാരെ, അഭിഭാഷകരെ, മാനേജർമാരെ, ജനറൽമാരെ എല്ലാം കൂടി ഇരിക്കുകയാണ്. ഇയാൾ അകലത്തിലാണ്. ഇയാളുടെ ലൈസൻസ് തോക്കൊക്കെ ഉണ്ട്. ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത്, ഞാൻ അങ്ങനെയാണ്, എനിക്ക് സ്വാധീനമാണ്, അത് ചെയ്യും, തോക്കുണ്ട് കേൾക്കുണ്ട്, ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ. എന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് 2 തെറി വിളിച്ചിട്ട്, എടാ ബോബി, എൻ്റെ കാശ് ഞാൻ മേടിച്ചിരിക്കും എന്ന് പറഞ്ഞോട് ഇയാൾ പേടിച്ചു. ഉടൻ തന്നെ ഇയാളെ സെറ്റിൽ ചെയ്യിപ്പിച്ചു, പേടിച്ചു തൂറിയ ബേസിക്കലി. അതുകൊണ്ട് അപമാനിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് മുമ്പിൽ നീതി കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഹണി റോസുമാർ. ഇനിയും അയാൾ ഹണി റോസിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ചെകിട് തീർത്ത് ഒരെണ്ണം കൊടുക്കുക, അത് മാത്രമേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഹണി റോസ് ഹീറോയാകും അതോടെ. കാരണം ഈ വൃത്തികേടിനുള്ള ഏക പരിഹാരം അതാണ്. ഇയാളുടെ മുമ്പിൽ വിഡ്ഢിച്ചിരിച്ച് സ്വയം മണ്ടികളാവുന്ന സ്ത്രീകളാണ് വാസ്തവത്തിൽ കുറ്റവാളികൾ. ഹണി റോസുമാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഉണരേണ്ടിയിരിക്കുന്നു ഇത്തരം സാമൂഹ്യ വിപത്തുകളെ ഇല്ലാതാക്കാൻ.